ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വർക്ക് ഫ്രം ഹോം ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പെർമനന്റ് ആയിട്ട് ഒരു വർക്ക് ഫ്രം ഹോം ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു സാലറിയോടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് എന്റെ ഈ ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ കമ്പനിയുടെ പേര് വരുന്നത് ക്ലിയർനെസ് എന്നാണ്. ഇതൊരു മൾട്ടിനാഷണൽ കമ്പനി തന്നെയാണ്. ഇതൊരു HR സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനിയാണ്. CRM സെറ്റപ്പ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഇവരുടെ വർക്ക് എന്താണ് വരുന്നതെന്ന് പറഞ്ഞാൽ HR റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണിത്. പുതിയ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള കമ്പനികളിൽ HR റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ ഇവർ കൊടുക്കുന്നതാണ് ഇവരുടെ ജോലി വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ആ കമ്പനിയിൽ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. ആ സമയത്ത് എനിക്ക് അവിടെ പുതിയ ഒരുപാട് പേരെ ഹയർ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് സ്റ്റാഫിനെ വെക്കേണ്ടി വരും. ഡോക്യുമെന്റിനും സോഴ്സിനും ഇന്റർവ്യൂവിനും ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഒരു 2-3 സ്റ്റാഫിനെങ്കിലും വെക്കേണ്ടി വരും. പക്ഷെ ഇതെല്ലാം കാര്യങ്ങൾ ക്ലിയർ ഡെസ്ക് എന്ന കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ജോലി എന്താണ് വരുന്നത് നോക്കാം. നിങ്ങളുടെ ക്ലയന്റിന്റെ കമ്പനിയിൽ വരുന്ന ഹയർ ചെയ്ത എല്ലാ സ്റ്റാഫിനെയും ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അവരുടെ ഡാറ്റാബേസ് നിങ്ങൾ കീപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇതാണ് നിങ്ങളുടെ ജോലി ഇവിടെ വരുന്നത്. നിങ്ങളുടെ ഇവിടെ സാലറി വരുന്നത് മന്ത്ലി 60,000 രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നിങ്ങൾക്ക് ലാപ്ടോപ്പ്, വൈഫൈ, ഒരു വർക്ക് ഫ്രം ഹോം സെറ്റപ്പിനുള്ള അലവൻസ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആഴ്ചയിൽ 5 ദിവസം വർക്കിങ്ങും ബാക്കിയുള്ള 2 ദിവസം ലീവ് നിങ്ങൾക്ക് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ജോലി എങ്ങനെയാണ് വരുന്നത്, നിങ്ങളുടെ കമ്പനി എങ്ങനെയാണ് വരുന്നത്, നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ സാലറി എത്രയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും എൻ്റെ ചാനലിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണുന്നത്. ഇത് കമ്പനിയുടെ വെബ്സൈറ്റ് ആണ്. ഇവിടെ നിങ്ങളുടെ ജോബിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത്. വിർച്വൽ അസിസ്റ്റൻറ്റ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആണ് നിങ്ങളുടെ ജോബ് പോസ്റ്റ് വരുന്നത്. ഇതൊരു വർക്ക് ഫ്രം ഹോം ജോലിയാണ്, റിമോട്ട് ജോബാണ്. നിങ്ങൾക്ക് താഴെ കൊടുക്കാവുന്നതാണ്. ഇത് കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് നല്ല രീതിയിൽ വായിച്ച് നോക്കാവുന്നതാണ്. കൂടാതെ കമ്പനിയുടെ മിഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിത് നേരത്തെ വീഡിയോയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്നത് ഒരു എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റാണ് അവർ നോക്കുന്നത്. നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡാറ്റാസും കാര്യങ്ങളും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കണം. ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി വരുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു, വീഡിയോയുടെ ആദ്യം തന്നെ കൃത്യമായി ഞാൻ പറഞ്ഞു തന്നായിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ജോലി വരുന്നതെന്നും ഡാറ്റ എങ്ങനെയാണ് സ്റ്റോറേജ് വെക്കാൻ. ഡാറ്റ ഒക്കെ നിങ്ങൾ ഡാറ്റ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. അവരുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും നിങ്ങളുടെ ഇവിടെ ജോലി വരുന്നത്. ഒക്കെ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. ഒക്കെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ് നോക്കാം. റിക്വയർമെൻറ്റിൽ പറയുന്നത് നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. കാൻഡിഡേറ്റ് മസ്റ്റ് പ്രൊവൈഡ് എയ്തർ ആൻ NBA ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഇല്ല എന്നുള്ളത് ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ കൂടാതെ ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് നല്ല രീതിയിൽ നോളജുള്ള ആരായിരിക്കണം. ഇംഗ്ലീഷ് നല്ല രീതിയിൽ നിങ്ങൾക്ക് നോളജുള്ള ആളായിരിക്കണം. പിന്നെ നിങ്ങൾ പ്രൊഫഷൻസി ഇൻ സ്പോക്കൺ ആൻഡ് റൈറ്റൻ സ്പാനിഷ് ഈസ് എ പ്ലസ് ബട്ട് നോട്ട് റിക്വയർഡ്. നിങ്ങൾക്ക് സ്പാനിഷ് അറിയാമെങ്കിൽ അതൊരു പ്ലസ് ആണ്, പക്ഷേ അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇൻ മാനേജ്മെൻറ്റ്, ഇമെയിൽ ആൻഡ് കലണ്ടർ ആൻഡ് ട്രാവൽ അറേഞ്ച്മെൻറ്റ്. അത് ബേസിക് നോളജാണ്. ഒരു ഇമെയിൽ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനും കലണ്ടർ എങ്ങനെയാണ് ചെക്ക് ചെയ്യാനും പിന്നെ ട്രാവൽ അറേഞ്ച്മെൻറ്റ് ചെയ്യാനും ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എക്സ്പീരിയൻസ് യൂസിങ് എനി മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഗൂഗിൾ വർക്ക് സ്പേസ്, അതൊക്കെ സിമ്പിളായിട്ടുള്ള. ഓക്കെ, ഗൂഗിൾ വർക്ക് സ്പേസ് ഇതൊക്കെ അറിയാമെങ്കിൽ ശകലം കൂടി മൈക്രോസോഫ്റ്റ് ഓഫീസും ഗൂഗിൾ വർക്ക് സ്പേസും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ശകലം കൂടി ബെനിഫിറ്റാണ്. കൂടാതെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം, നല്ല രീതിയിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഇൻ്റർനെറ്റ് വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കൂടാതെ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഇനി ബെനിഫിറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ PHP ഫിലിപ്പീൻസിൻ്റെ പൈസയാണ്. അത് ഫിലിപ്പീൻസ് കമ്പനിയാണിത്. നിങ്ങൾക്ക് 42,500 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് 42,500 PHP ഇന്ത്യൻ റുപ്പിയിൽ എത്രയാണ് കിട്ടുന്നതെന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ നോക്കാം. 42
500. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നത് 42,500 രൂപ നിങ്ങൾക്ക് 500 സംതിങ് രൂപ നിങ്ങൾക്ക് ഇന്ത്യൻ രൂപ കിട്ടും. ഓക്കെ, നമുക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ 42,500 വരുന്നത് 60 സംതിങ് ആണ്. 60 സംതിങ് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 60 രൂപ അടുപ്പിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ മണി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ ഇത് വർക്ക് ഫ്രം ഹോം ജോലിയാണ്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. കൂടാതെ ബോണസ് ആൻഡ് ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് കിട്ടും. ബോണസും ഇൻസെൻറ്റീവും പിന്നെ പെയ്ഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രെയിനിങ് കാണും. ആ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നതിനെയാണ് പെയ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യുക, ഐ ആം ഇൻട്രസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് CV അപ്ലോഡ് ചെയ്യാൻ. നിങ്ങൾക്ക് CV നിങ്ങളുടെ PDF ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യാൻ. കൂടാതെ നിങ്ങൾ ഗ്രാജുവേഷൻ കാര്യങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്, മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്ക് കൊടുക്കാം. കൂടാതെ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം നോക്കുക. ഇതിൽ റെഡ് സ്റ്റാർ ഇട്ടത് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി, ബാക്കിയൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. ഇന്നത്തെ വർക്ക് ഫ്രം ഹോം ജോലി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും അതിലെത്ര നിങ്ങൾക്ക് സാലറി കിട്ടുമെന്നും അത് നിങ്ങളുടെ ജോലി എന്താണ് വരുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി എനിക്ക് രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിടുക. കാരണം എൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ അതിലേക്ക് സഹായിക്കും. ഇനിയും ഒരുപാട് വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ശരി, ബൈ.